മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഫാരിസ്. മോനിപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ അഡിനോയിഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ്, എക്സ്റേക്ക് എടുത്തിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോഴുണ്ടായിരുന്ന മോൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? മോൻ ഇടയിലിടയിൽ പനി വരും, തൊണ്ട ഭയങ്കര അടപ്പുണ്ട്, മൂക്കുന്ന് ബ്ലഡ് വരും, പിന്നെ ഭയങ്കര ക്ഷീണം, തണുത്തൊന്നും കഴിക്കാനേ പറ്റില്ല, പൊടി പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. കുറെ ഹോസ്പിറ്റലിൽ പനി വരുമായിരുന്നോ? പനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നോ? പനി ഇടയിലിടയിൽ നല്ല പനി വരും. എത്ര ദിവസം കൂടുമ്പോൾ വരുമായിരുന്നു പനിക്ക്? അത് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴേക്കും എന്തായാലും വരും. എന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട വരുമായിരുന്നോ? അഡ്മിറ്റ് ആവില്ല, ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിച്ചിട്ട് അങ്ങനെ വരും. ലാസ്റ്റ് ഇങ്ങനെ ഇടയിലിടയിൽ പനി വരുന്നു പറഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ പോയപ്പോ ഒരു അഡിനോയിഡിന്റെയാണ്, എന്താണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇടയിൽ പനി വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. കുറെ അലോപ്പതി അങ്ങനെയൊക്കെ പോയി. ലാസ്റ്റ് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നത്. ഇത് കഴിച്ചപ്പോ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നോർമലായി. ഇപ്പൊ 2-3 മാസമായില്ല മരുന്ന് കഴിക്കുന്നത്. ഇപ്പൊ പിന്നെ പനി വരാറുണ്ടോ? ഇപ്പൊ പനി അങ്ങനെ വരാറേ ഇല്ല. എപ്പോഴെങ്കിലും വരും, അതോ ഒരു ദിവസം നിക്കുള്ളൂ. നല്ല പനി വരാറില്ല. പിന്നെ തണുത്തത് ഇപ്പൊ ഇടയിലിടയിൽ ഐസ്ക്രീം ഒക്കെ നമ്മളറിയാതെ കഴിക്കുന്നുണ്ട്. പനിക്കുന്നില്ല, അല്ലെങ്കിൽ ചെറുതായി തണുപ്പ് മുട്ടുമ്പോഴേക്കും വരും. ഇപ്പൊ തണുത്തത് ഇടയിലിടയിൽ കഴിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ കൂർക്കംവലിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ലേ? കൂർക്കംവലിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് എങ്ങനെയുണ്ട്? കൂർക്കംവലി ചെറുതായിട്ടുണ്ട്. ആദ്യം നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് ചെറുതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ മറ്റു തൊണ്ടവേദനകളൊന്നുമില്ല, പനിയില്ല, മൂക്കുന്ന് ചോര വരലൊക്കെ? മൂക്കിന്റെ ബ്ലഡ് ഫസ്റ്റ് മരുന്ന് കഴിച്ചതോടെ നിന്നു, വന്നിട്ടില്ല. ഇപ്പൊ ആരോഗ്യമൊക്കെ വെച്ചാ മുഖമൊക്കെ ഒന്നൊരു ഹെൽത്തിയായ പണ്ടത്തേനേക്കാളൊക്കെ അല്ല ഭക്ഷണം? പനി വരാതെ ആവുമ്പോ തന്നെ ആണ് അല്ലേ? ആദ്യം ചുടുവെള്ളം തന്നെ കുടിക്കുന്നത്, ഇപ്പൊ പിന്നെ കിട്ടിയ വെള്ളമൊക്കെ എടുത്ത് എല്ലാം കുടിക്കുന്ന രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചു എന്നർത്ഥം അല്ലേ? ഓക്കെ. ഇപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു.